ജോഗ്രഫിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. RRBയുടെ തന്നെ പല എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദി ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ദി സർഫസ് വാട്ടർ ഓഫ് ദി ഓഷ്യൻസ്? ഓഷ്യൻസിന്റെ സർഫസിലെ ആവറേജ് ടെമ്പറേച്ചർ അല്ലേ, നമ്മുടെ സമുദ്രങ്ങളുടെ സർഫസിന്റെ ആവറേജ് ടെമ്പറേച്ചർ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? അത് 17 ഡിഗ്രി സെൽഷ്യസ് ആണ്. എത്രയാണ്? 17 ഡിഗ്രി സെൽഷ്യസ്. അപ്പം വാട്ട് ഈസ് ദി ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ദി സർഫസ് വാട്ടർ ഓഫ് ദി ഓഷ്യൻസ് അല്ലേ, ഓഷ്യൻസിന്റെ ഉപരിതല ജലത്തിന്റെ ടെമ്പറേച്ചർ താപനില എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 17 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ദി സർഫസ് വാട്ടർ ഓഫ് ദി ഓഷ്യൻസ് എത്രയാണ്? 17 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജോർജ് ലെമറ്റർ ഈസ് അസോസിയേറ്റഡ് വിത്ത്. ജോർജ് ലെമറ്റർ അല്ലേ, ഇദ്ദേഹം താഴെ തന്നിരിക്കുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആരാണ്? ജോർജ് ലെമറ്റർ. ഇദ്ദേഹം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ദി ബിഗ് ബാങ് തിയറി അല്ലേ, നമ്മുടെ പ്രപഞ്ചം ഉണ്ടായതിന് ആ ഒരു സംഭവം പറയുന്നതാണ് ബിഗ് ബാങ് തിയറി അല്ലേ. ആ ബിഗ് ബാങ് തിയറിയുമായി ബന്ധപ്പെട്ട ആളാണ് ആര്? ജോർജ് ലെമറ്റർ. ഇദ്ദേഹം മോഡേൺ ബിഗ് ബാങ് തിയറി കൊണ്ടുവന്നത് 1927 പ്രപഞ്ചോൽപത്തിയെ പറയുന്ന തിയറിയാണ് ബിഗ് ബാങ് തിയറി. ഇത് ആരാണ് കൊണ്ടുവന്നത്? ജോർജ് ലെമറ്റർ ആണ്. ഏത് വർഷം? 1927. അപ്പം ജോർജ് ലെമറ്റർ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? ദി ബിഗ് ബാങ് തിയറി. ഹൗ ഓൾഡ് ഈസ് അവർ യൂണിവേഴ്സ്? ഏകദേശം നമ്മുടെ യൂണിവേഴ്സിന് എത്ര പ്രായമുണ്ടല്ലേ? ഹൗ ഓൾഡ് ഈസ് അവർ യൂണിവേഴ്സ് എന്ന് ചോദിച്ചാൽ എത്രയാണ്? 13.8 ബില്യൺ ഇയേഴ്സ് ആണ്. അവർ യൂണിവേഴ്സ് ഈസ് 13.8 ബില്യൺ ഇയേഴ്സ് ഓൾഡ് അല്ലേ. നമ്മുടെ യൂണിവേഴ്സിന് ഏകദേശം എത്ര പ്രായമുണ്ട്? 13.8 ബില്യൺ ആണ് കേട്ടോ. 13.8 ബില്യൺ ഇയേഴ്സ്. വിച്ച് പ്ലാനറ്റ് ഇൻ ദി സോളാർ സിസ്റ്റം ഈസ് ക്ലോസസ്റ്റ് ടു ദ സൺ? സണ്ണിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്ലാനറ്റ് അല്ലേ, നമ്മുടെ 8 പ്ലാനറ്റ്സ് ആണ്. സോളാർ സിസ്റ്റത്തിൽ 8 പ്ലാനറ്റ്സ് ആണുള്ളത്. ഇതിൽ സണ്ണിനോട്, സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആരാണ്? അത് മെർക്കുറി ആണ് അല്ലേ. ആ ഓർഡറിൽ ഓർത്താൽ മതി. മെർക്കുറി, വീനസ്, എർത്ത് അങ്ങനെയല്ലേ പോകുന്നത്. അപ്പം സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്ലാനറ്റ് ആണ് മെർക്കുറി. ഇനി മെർക്കുറിയുടെ റെവല്യൂഷൻ പീരീഡ്, നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്. അത് എത്രയാണ്? 88 ദിവസമാണ് അല്ലേ. ഏകദേശം 88 ദിവസമാണ് ആരുടെ റെവല്യൂഷൻ പീരീഡ്? മെർക്കുറിയുടെ റെവല്യൂഷൻ പീരീഡ്. ഇനി മെർക്കുറി പ്ലാനറ്റിലാണ് ധാരാളം ക്രേറ്റേഴ്സിനെ കാണാറുണ്ട് അല്ലേ. എന്താണ് ക്രേറ്റേഴ്സ്? ഗർത്തങ്ങൾ. ധാരാളം ഗർത്തങ്ങൾ കാണുന്ന ഒരു പ്ലാനറ്റ് ആണ് എന്ത്? മെർക്കുറി. നമ്മുടെ സോളാർ സിസ്റ്റം എടുത്താൽ ക്രേറ്റേഴ്സിനെ കൂടുതലായി കാണപ്പെടുന്ന പ്ലാനറ്റ് ആണ് മെർക്കുറി. ഇതിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്രേറ്റർ ആണ് കലോറിസ് ബേസിൻ. ഏതാണ്? കലോറിസ് ബേസിൻ. ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? മെർക്കുറിയിലാണ്. മെർക്കുറിയിൽ കാണപ്പെടുന്ന ഒരു വലിയ ഗർത്തമാണെന്ത്? കലോറിസ് ബേസിൻ. മെർക്കുറിയുടെ റെവല്യൂഷൻ പീരീഡ് ചോദിച്ചാൽ എത്രയാണ്? 88 ഡേയ്സ് ആണ്. അതുപോലെ തന്നെ ഇതിന് മൂൺസ് ഇല്ല, നോ മൂൺസ്. അതായത് നാച്ചുറൽ സാറ്റലൈറ്റ് ഒന്നും തന്നെ ഇല്ലാത്ത പ്ലാനറ്റ് ആണ് ഇത് മെർക്കുറി. മെർക്കുറി നമ്മുടെ സണ്ണിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്ലാനറ്റ് ആണ്. അതുപോലെ തന്നെ റെവല്യൂഷൻ പീരീഡ് എത്ര ദിവസമാണ്? 88 ഡേയ്സ് ആണ്. ക്രേറ്റേഴ്സ് അല്ലെ, ഗർത്തങ്ങൾ ധാരാളമായി കാണപ്പെടുന്ന ഒരു പ്ലാനറ്റ് ആണ് ഇത് മെർക്കുറി. ഇനി മെർക്കുറിയിൽ കാണപ്പെടുന്ന ഒരു ക്രേറ്റർ ആണ് ഇത് കലോറിസ് ബേസിൻ. അതുപോലെ തന്നെ മെർക്കുറിക്ക് എന്തില്ല? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഒന്നും തന്നെ ഇല്ല, അല്ലെങ്കിൽ നോ മൂൺസ്. Which planet is known as the Earth's twin? ട്വിൻ ഓഫ് എർത്ത് അല്ലെങ്കിൽ എർത്ത് ട്വിൻ എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാനറ്റ് ഏതാണ്? അത് വീനസ് ആണ് അല്ലേ. ട്വിൻ ഓഫ് എർത്ത് എന്നറിയപ്പെടുന്ന പ്ലാനറ്റ് ഏതാണ്? വീനസ് ആണ്. വീനസിന് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മോർണിംഗ് സ്റ്റാർ എന്നും, മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? വീനസിനെയാണ്. അപ്പം ഇതിന് ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? എർത്ത് ട്വിൻ. അതുപോലെ തന്നെ വീനസ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ. വീനസ് റൊട്ടേറ്റ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് അല്ലേ. സാധാരണ പ്ലാനറ്റ്സ് എല്ലാം റൊട്ടേറ്റ് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. എന്നാൽ വീനസ് ഏത് ഡയറക്ഷനാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്, അല്ലെങ്കിൽ ഈസ്റ്റ് ടു വെസ്റ്റ്. ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷനിലാണ് ആര് റൊട്ടേറ്റ് ചെയ്യുന്നത്? വീനസ്. ഇതിനെ എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? മോർണിംഗ് സ്റ്റാർ എന്നും ഈവനിങ് സ്റ്റാർ എന്നും അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ എർത്ത് ട്വിൻ അല്ലെങ്കിൽ ട്വിൻ ഓഫ് എർത്ത് എന്നറിയപ്പെടുന്ന പ്ലാനറ്റ് ആണ് ഏത്? വീനസ്. അടുത്ത് നോക്കാം.
വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ദി മൂൺ ഓഫ് ജൂപ്പിറ്റർ? താഴെ തന്നിരിക്കുന്നവയിൽ മൂണിന്റെ അല്ലെങ്കിൽ ജൂപ്പിറ്ററിന്റെ മൂൺ അല്ലാത്തത് അല്ലെ, ജൂപ്പിറ്ററിന്റെ നാച്ചുറൽ സാറ്റലൈറ്റ് അല്ലാത്തത് ഇതിൽ ഏതാണ്? അതേതാണ്? ടൈറ്റൻ ആണ് അല്ലെ. ടൈറ്റൻ ആരുടെയാണ്? ടൈറ്റൻ സാറ്റേണിന്റെ മൂണാണ്, അല്ലെങ്കിൽ സാറ്റേൺ പ്ലാനറ്റിന്റെ നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് ഏത്? ടൈറ്റൻ എന്ന് പറയുന്നത്. ബാക്കി ആയോ, യൂറോപ്പ, ഗാനിമീഡ് ഇതൊക്കെ ആരുടെ സാറ്റലൈറ്റ് ആണ്? ജൂപ്പിറ്ററിന്റെ അല്ലേ. ഇനി നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ പ്ലാനറ്റ് അല്ലെ, ഏറ്റവും വലിയ നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് അല്ലേ, നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് ഗാനിമീഡ്. നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് അല്ലെ, ലാർജസ്റ്റ് നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് ഏത്? ഗാനിമീഡ് ആരുടെ മൂണാണ്? ജൂപ്പിറ്ററിന്റെ മൂണാണ്. ഇനി നിലവിൽ ഏറ്റവും കൂടുതൽ നാച്ചുറൽ സാറ്റലൈറ്റ്സ് ഉള്ളത് ആർക്കാണ്? അത് സാറ്റേണിനാണ്. സാറ്റേണിന് എത്ര മൂൺസ് ആണുള്ളത്? 82 മൂൺസ് ഉണ്ട് അല്ലെ. നിലവിൽ ഇതുവരെ കണ്ടുപിടിച്ചതിൽ സാറ്റേണിന് എത്ര മൂൺസ് ആണുള്ളത്? 82 മൂൺസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. സെക്കൻഡ് ആർക്കാണ്? ജൂപ്പിറ്ററിനാണ് അല്ലെ. ജൂപ്പിറ്ററിനാണെങ്കിൽ 79. ജൂപ്പിറ്ററിന് എത്രയുണ്ട്? 79. അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ മൂൺ ഓഫ് ജൂപ്പിറ്റർ? താഴെ തന്നിരിക്കുന്നവയിൽ ജൂപ്പിറ്ററിന്റെ മൂൺ അല്ലാത്തത് ഏതാണ്? ടൈറ്റൻ ആണ് അല്ലെ. ടൈറ്റൻ ആരുടെയാണ്? സാറ്റേണിന്റെ ആണ് അല്ലെ. ടൈറ്റൻ മൂൺ ആരുടെയാണ്? സാറ്റേണിന്റെയാണ്. അതുപോലെ തന്നെ നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ലാർജസ്റ്റ് നാച്ചുറൽ സാറ്റലൈറ്റ് ആരാണ്? അത് ഗാനിമീഡ് ആണ്. ഏതാണ്? ഗാനിമീഡ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നാച്ചുറൽ സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മൂൺസ് ഉള്ളത് ആർക്കാണ്? സാറ്റേണിനാണ്. എത്ര മൂൺസ്? 82 മൂൺസ്. അതുപോലെ തന്നെ രണ്ടാം സ്ഥാനം ആർക്കാണ്? ജൂപ്പിറ്ററിനാണ്. അത് 79 മൂൺസ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ലോങ്സ്റ്റ് ലൈൻ ഓഫ് ദി ലാറ്റിറ്റ്യൂഡ് ഓൺ ദി ഗ്ലോബ് അല്ലേ. നമ്മുടെ ഗ്ലോബിലെ ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ്, ലോങ്സ്റ്റ് ലൈൻ അല്ലെങ്കിൽ ലോങ്സ്റ്റ് ലാറ്റിറ്റ്യൂഡ് ഏതാണ്? അത് നമുക്കറിയാം, ഇക്വേറ്റർ ആണ് അല്ലേ. ഇക്വേറ്റർ ആണ് നമ്മുടെ ഗ്ലോബിലെ അല്ലെങ്കിൽ ലോങ്സ്റ്റ് ലാറ്റിറ്റ്യൂഡ്. എത്രയാണ്? 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആണ് ആ ഇക്വേറ്റർ അല്ലേ. 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആണ് എന്ത്? ഇക്വേറ്റർ. അതുപോലെ തന്നെ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെ എന്താണ് പറയുന്നത്? 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണെങ്കിൽ അതിനെ പ്രൈം മെറിഡിയൻ എന്ന് പറയാം. പ്രൈം മെറിഡിയൻ. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണ് പ്രൈം മെറിഡിയൻ അല്ലെങ്കിൽ ഗ്രീനിച്ച് മെറിഡിയൻ. പ്രൈം മെറിഡിയൻ എന്നൊക്കെ അറിയപ്പെടുന്ന എന്തിനെയാണ്? 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണ് അല്ലെ. 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആണെങ്കിൽ എന്തെന്ന് പറയാം? ഇക്വേറ്റർ. ഇനി 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണെങ്കിലോ? 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഇതാണ് എന്ത്? 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് അല്ലേ. 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണെങ്കിൽ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണെങ്കിൽ പ്രൈം മെറിഡിയൻ അല്ലെങ്കിൽ ഗ്രീനിച്ച് മെറിഡിയൻ. ഇനി 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആണെങ്കിൽ എന്തെന്ന് പറയാം? അതാണ് ഇക്വേറ്റർ അല്ലേ. 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ഏതാണ്? ഇക്വേറ്റർ ആണ്. ആ ഇക്വേറ്റർ ആണ് നമ്മുടെ ഗ്ലോബിലെ ലോങ്സ്റ്റ് ലാറ്റിറ്റ്യൂഡ് അല്ലേ. ലോങ്സ്റ്റ് ലൈൻ ഓഫ് ലാറ്റിറ്റ്യൂഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇക്വേറ്റർ ആണ്. On 21st March to 23rd September, the sun rays are perpendicular on the equator, due to which length of days and nights are equal. It is known as അല്ലേ. മാർച്ച് 21 സെപ്റ്റംബർ 23 നമ്മുടെ സൺറൈസ് എന്താണ്? ഇക്വേറ്ററിൽ ലംബമായി പതിക്കുന്നുണ്ട് അല്ലെ. പെർപെൻഡിക്കുലർ ആയിട്ട് ഇക്വേറ്ററിൽ സൺറൈസ് വീഴുന്നുണ്ട്. ഈ ദിവസങ്ങളെ നമ്മൾ എന്താണ് പറയുന്നത്? അഥവാ മാർച്ച് 21 സെപ്റ്റംബർ 23 ഈ ദിവസങ്ങളെ നമ്മൾ എന്താണ് പറയുന്നത്? ഇക്വിനോക്സ് എന്നാണ് പറയുന്നത്. എന്താണ്? ഇക്വിനോക്സ്. അപ്പം ഇക്വിനോക്സ് എന്താണ്? സൂര്യപ്രകാശം ലംബമായിട്ട് ഇക്വേറ്ററിൽ വീഴുന്ന ദിവസങ്ങളെയാണ് ഇക്വിനോക്സ് എന്ന് പറയുന്നത്. ഡേയും നൈറ്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ. ഇക്വിനോക്സിന്റെ പ്രത്യേകത എന്താണ്? ഡേ ആൻഡ് നൈറ്റ്സ് ആർ ഈക്വൽ. ഡേയും നൈറ്റ്സും ഈക്വൽ ആയിരിക്കും. ഇനി അങ്ങനെ ഉണ്ടാവുന്ന ദിവസങ്ങളാണ് മാർച്ച് 21 സെപ്റ്റംബർ 23. ഇവയെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇക്വിനോക്സ് എന്നാണ് പറയപ്പെടുന്നത്. അടുത്തതാണ് സമ്മർ സോൾസ്റ്റിസ്. ഇതെന്നാണ്? ഇത് ജൂൺ 21 സമ്മർ സോൾസ്റ്റിസ് എന്നാണ് ജൂൺ 21 അത് സൺറൈസ് എവിടെയാണ് പതിക്കുന്നത്? ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ സൺറൈസ് അഥവാ സൂര്യപ്രകാശം ഉത്തരായന രേഖയിൽ ലംബമായി പതിക്കുന്നത്, അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ പെർപെൻഡിക്കുലർ ആയിട്ട് വീഴുവാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സമ്മർ സോൾസ്റ്റിസ്. എന്താണ്? സമ്മർ സോൾസ്റ്റിസ്. ഇനി നോക്കാം വിന്റർ സോൾസ്റ്റിസ്. വിന്റർ ആണെങ്കിൽ എന്നാണ്? അത് ഡിസംബർ 21 22 പറയുന്നുണ്ട്.
ഓപ്ഷൻ നോക്കി എടുക്കുക. 21ഉം 22ഉം സാധാരണയായി 22 കണ്ടുവരുന്നത്. വിന്റർ സോൾസ്റ്റിസ് ആണെങ്കിൽ ഡിസംബർ 21 അല്ലെങ്കിൽ 22. സമ്മർ സോൾസ്റ്റിസ് ആണെങ്കിൽ ജൂൺ 21. വിന്ററിൽ എവിടെയാണ് പതിക്കുന്നത്? അത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലാണ്. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഇത് സദേൺ ഹെമിസ്ഫിയറിലും ഇത് നോർത്തേൺ ഹെമിസ്ഫിയറിലും ആണെന്ന് ഓർക്കുക. അപ്പം ഇക്വിനോക്സസ് എന്നൊക്കെയാണ്? മാർച്ച് 21ഉം സെപ്റ്റംബർ 23ഉം. സമ്മർ സോൾസ്റ്റിസ് എന്നാണ്? ജൂൺ 21. വിന്റർ സോൾസ്റ്റിസ് ആണെങ്കിൽ ഡിസംബർ 21 അല്ലെങ്കിൽ 22. ഇനി ഇക്വിനോക്സിന്റെ പ്രത്യേകത ഡേ ആൻഡ് നൈറ്റ്സ് ഈക്വൽ ആയിരിക്കും. വിച്ച് ഓഫ് ദി ഫോളോയിങ് കറക്റ്റ്ലി ഡെപ്പിക്സ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിനെ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നത് എന്താണ്? അല്ലെ, GMT അഥവാ ഗ്രീനിച്ച് മീൻ ടൈമിനെക്കാട്ടിൽ 5.5 മണിക്കൂർ കൂടുതലായിരിക്കും എന്ത്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. അതല്ലേ കറക്റ്റ്? GMT + 5:30 അല്ലേ? അപ്പം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്താണ്? GMT, ഗ്രീനിച്ച് മീൻ ടൈം. അതാണ് GMT. ഗ്രീനിച്ച് മീൻ ടൈമിനെക്കാട്ടിൽ 5.5 മണിക്കൂർ കൂടുതലായിരിക്കും എന്ത്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. അത് ഓർത്ത് വെച്ചോളൂ. The Tropic of Cancer does not pass through which of the following states? താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സ്റ്റേറ്റിലൂടെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകാത്തത്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ലാറ്റിറ്റ്യൂഡാണ് ഏത്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇത് ഏത് സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നില്ല? ആസാമിലൂടെ പോകുന്നില്ല. ആകെ എത്ര സ്റ്റേറ്റ്സിലൂടെ പോകുന്നുണ്ട്? 8 സ്റ്റേറ്റ്സിലൂടെ പോകുന്നുണ്ട് അല്ലേ? ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇന്ത്യയിലെ 8 സ്റ്റേറ്റ്സിലൂടെ പോകുന്നുണ്ട്. ഏതൊക്കെയാണ് അത്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, അതുപോലെ തന്നെ ത്രിപുര, മിസോറാം, വെസ്റ്റ് ബംഗാൾ. ഇങ്ങനെ 8 സ്റ്റേറ്റ്സിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത്. ഏതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ത്രിപുര, മിസോറാം, വെസ്റ്റ് ബംഗാൾ. എത്ര സ്റ്റേറ്റ്സിലൂടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നുണ്ട്? 8 സ്റ്റേറ്റ്സിലൂടെ. ആസാമിലൂടെ കടന്നു പോകുന്നില്ല. ബാക്കി രാജസ്ഥാൻ, മിസോറാം, ജാർഖണ്ഡ് എന്നീ സ്റ്റേറ്റ്സിലൂടെ ആര് കടന്നു പോകുന്നുണ്ട്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നുണ്ട്. There is a time lag of dash from Gujarat to Arunachal Pradesh അല്ലേ? ഗുജറാത്ത് എന്താണ്? നമ്മുടെ ഇന്ത്യയുടെ വെസ്റ്റിലുള്ള ഒരു സ്റ്റേറ്റ് ആണ് എന്ത്? ഗുജറാത്ത്. അതുപോലെ തന്നെ അരുണാചൽ പ്രദേശ് ആണെങ്കിൽ ഇന്ത്യയുടെ ഈസ്റ്റിലുമാണ് അല്ലേ? ഇവർ തമ്മിൽ എത്ര ടൈം ലാഗ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഏകദേശം 2 hours ഡിഫറൻസ് ഉണ്ട് അല്ലേ? There is a time lag of ഡാഷ് ഫ്രം ഗുജറാത്ത് ടു അരുണാചൽ പ്രദേശ്. ഗുജറാത്തിലും അരുണാചൽ പ്രദേശും ഏകദേശം എത്ര മണിക്കൂർ വ്യത്യാസമുണ്ട്? 2 മണിക്കൂർ. ഇനി നമുക്കറിയാം ലോഞ്ചിറ്റ്യൂഡ് ഓരോ ഡിഗ്രി മാറുന്നതോറും അല്ലെ, ഓരോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് 1 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് മാറുന്നതിനനുസരിച്ചും ഏകദേശം 4 മിനിറ്റ് വീതം മാറുന്നുണ്ട്. 4 മിനിറ്റ് വീതം മാറുന്നുണ്ട്. അത് ഓർത്ത് വെച്ചോളൂ. 1 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് അല്ലെ, ഓരോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് മാറുന്നതിനനുസരിച്ചും ഏകദേശം 4 മിനിറ്റ് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പം ഗുജറാത്തും അരുണാചൽ പ്രദേശും തമ്മിലുള്ള ടൈം ഡിഫറൻസ് ചോദിച്ചാൽ അത് എത്രയാണ്? 2 hours ആണെന്ന് ഓർക്കുക. ഡാഷ് ഈസ് ദി മെറിഡിയൻ ഓൺ വിച്ച് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഈസ് ബേസ്ഡ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ലോഞ്ചിറ്റ്യൂഡ് അല്ലെങ്കിൽ ഏത് മെറിഡിയനെ അടിസ്ഥാനപ്പെടുത്തിയാണ് IST ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കണക്കാക്കുന്നത്? എന്താണ്? 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് അല്ലേ? 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് ആണ് എന്ത് കണക്കാക്കാൻ ഉപയോഗിക്കുന്നത്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കണക്കാക്കുന്ന ലോഞ്ചിറ്റ്യൂഡ് ആണ് അല്ലെങ്കിൽ മെറിഡിയൻ ആണ് ഇത് 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്. ഇത് 5 സ്റ്റേറ്റ്സിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലെ? 5 സ്റ്റേറ്റ്സിലൂടെ IST കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ 5 സ്റ്റേറ്റ്സിലും നമ്മൾ റെഫറൻസ് കൊടുത്തിട്ടില്ല. പക്ഷെ ഉത്തർപ്രദേശിലെ മിർസാപൂറിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കടന്നു പോകുന്നുണ്ട്. അവിടെ ഒരു ക്ലോക്ക് ടവറും ഒക്കെ ആയിട്ട് ഇതിനെ ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. എവിടെയാണ്? ഉത്തർപ്രദേശിലെ മിർസാപൂർ. ഇത് എവിടെയാണ്? അലഹബാദിലാണ്. അപ്പം പ്രധാനമായിട്ടും IST കടന്നു പോകുന്ന ഒരു സ്ഥലം, ഇന്ത്യയിലെ ഒരു സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെന്ന് പറയാം? മിർസാപൂർ എന്ന് പറയാം. ഇത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ അലഹബാദിലാണ്. ഇനി ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം കണക്കാക്കുന്ന ലോഞ്ചിറ്റ്യൂഡ് ആണ് ഇത് 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്. ആ പ്ലേസ് ഓർക്കുക. ഇത് ഏത് സ്റ്റേറ്റിലൂടെ ഏത് സ്ഥലത്തൂടെ പോകുന്നുണ്ടെന്ന് ചോദിച്ചാൽ മിർസാപൂരിലൂടെ പോകുന്നുണ്ട്. അത് എവിടെയാണ് മിർസാപൂർ? അലഹബാദിലാണ്, ഉത്തർപ്രദേശിലാണ്. അതുപോലെ തന്നെ IST 5 സ്റ്റേറ്റ്സിലൂടെ കടന്നു പോകുന്നുണ്ട്.
വിച്ച് ടൈപ്പ് ഓഫ് റോക്സ് ആർ ഗ്രാനൈറ്റ് റോക്സ് അല്ലേ? ഈ ഗ്രാനൈറ്റ് എന്തിന് എക്സാമ്പിൾ ആണ്? അത് ഇഗ്നിയസ് റോക്സ് ആണ്. ഗ്രാനൈറ്റ് എന്തിന് എക്സാമ്പിൾ ആണ്? ഇഗ്നിയസ് റോക്സിന് എക്സാമ്പിൾ ആണ്. ഇനി എങ്ങനെയാണ് നമ്മുടെ ഇഗ്നിയസ് റോക്സ് ഉണ്ടാകുന്നത് ചോദിച്ചാൽ ലാവ സോളിഡിഫൈ ചെയ്താണ് അല്ലേ? നമ്മുടെ അഗ്നിപർവ്വതത്തിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ലാവ തണുത്തുറഞ്ഞ് അത് പിന്നീട് എന്തായിട്ട് മാറുകയാണ്? നമ്മുടെ ഇഗ്നിയസ് റോക്സ് ആയിട്ട് മാറുകയാണ്. ഇനി അതുപോലെ തന്നെ ഇഗ്നിയസ് റോക്സിന്റെ എക്സാമ്പിൾ ആണ് ബസാൾട്ട് അതുപോലെ തന്നെ ക്വാർട്സ്. ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? ബസാൾട്ടും ക്വാർട്സും എന്തിന് എക്സാമ്പിൾ ആണ്? ഇഗ്നിയസ് റോക്സിന് എക്സാമ്പിൾ ആണ്. ഷിസ്റ്റ് എന്താണ്? ഷിസ്റ്റ് ഒരു മെറ്റാമോർഫിക് റോക്ക് ആണ്. ഷിസ്റ്റ് എന്താണ്? മെറ്റാമോർഫിക് ആണ്. ഒരു മെറ്റാമോർഫിക് റോക്കിന് എക്സാമ്പിൾ ആണ് എന്ത്? ഷിസ്റ്റ്. അതുപോലെ തന്നെ സാൻഡ്സ്റ്റോണും ലൈംസ്റ്റോൺ ഇത് രണ്ടും എന്തിന് എക്സാമ്പിൾ ആണ്? ഇത് രണ്ടും സെഡിമെന്ററി റോക്സ് ആണ് അല്ലേ? സാൻഡ്സ്റ്റോണും ലൈംസ്റ്റോണും സെഡിമെന്ററി റോക്സ് ആണ്. അതുപോലെ തന്നെ ഷിസ്റ്റും സ്ലേറ്റും എന്തിന് എക്സാമ്പിൾ ആണ്? അത് മെറ്റാമോർഫിക് ആണ്. ഷിസ്റ്റും സ്ലേറ്റും എന്തിന് എക്സാമ്പിൾ ആണ്? മെറ്റാമോർഫിക് ആണ്. സാൻഡ്സ്റ്റോണും ലൈംസ്റ്റോണും ആണെങ്കിൽ സെഡിമെന്ററിക്ക് എക്സാമ്പിൾ ആണ്. ഇനി ബസാൾട്ടും ക്വാർട്സും ആണെങ്കിൽ എന്തിന് എക്സാമ്പിൾ ആണ്? ഇഗ്നിയസ് റോക്സ് അല്ലേ? ഗ്രാനൈറ്റ്, ബസാൾട്ട്, ക്വാർട്സ് ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? ഇഗ്നിയസ് റോക്സിന് എക്സാമ്പിൾ ആണ്. ഷിസ്റ്റ്, സ്ലേറ്റ് ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? മെറ്റാമോർഫിക് റോക്സ്. അതുപോലെ തന്നെ സാൻഡ്സ്റ്റോണും ലൈംസ്റ്റോണും ആണെങ്കിൽ സെഡിമെന്ററി റോക്സിന് എക്സാമ്പിൾ ആണ്. ദി നെയിം ഓഫ് ദി ആക്റ്റീവ് വോൾക്കാനോ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഒരേ ഒരു ആക്റ്റീവ് വോൾക്കാനോ ഏതാണ്? അത് ബാരൻ ഐലൻഡ് ആണ് അല്ലേ? ഇന്ത്യയിലെ ഒരേ ഒരു ആക്റ്റീവ് വോൾക്കാനോ ആണ് ബാരൻ ഐലൻഡ്. ഇത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിലാണ് അല്ലേ? ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലാണ് എന്തുള്ളത്? ബാരൻ ഐലൻഡ്. അതെന്താണ്? ഇന്ത്യയിലെ ഒരേ ഒരു ആക്റ്റീവ് വോൾക്കാനോ ആണ്. ആൻഡമാൻ നിക്കോബാറിന്റെ ക്യാപിറ്റൽ ആണ് എന്ത്? പോർട്ട് ബ്ലെയർ. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിന്റെ ക്യാപിറ്റൽ ആണ് പോർട്ട് ബ്ലെയർ. ഇനി ആൻഡമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്നത് എന്താണ്? അത് 10 ഡിഗ്രി ചാനലാണ്. ആൻഡമാൻ എന്നും നിക്കോബാർ എന്നും വേർതിരിക്കുന്ന ചാനലാണെന്ത്? 10 ഡിഗ്രി അല്ലെ? ഇവയ്ക്കിടയിലുള്ള ചാനലാണെന്ത്? 10 ഡിഗ്രി ചാനൽ. അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിന്റെ ക്യാപിറ്റൽ ഏതാണ്? പോർട്ട് ബ്ലെയർ ആണ്. ഇനി ഇന്ത്യയിലെ ഒരു ആക്റ്റീവ് വോൾക്കാനോ ആണ് ബാരൻ ഐലൻഡ്. അത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിലാണ്. ഇൻ ആഫ്രിക്ക കിളിമഞ്ചാരോ ഈസ്. കിളിമഞ്ചാരോ എന്താണ്? ആഫ്രിക്കയിലെ എന്താണ് കിളിമഞ്ചാരോ? എന്താണ്? അതൊരു വോൾക്കാനിക് മൗണ്ടൻ ആണ് അല്ലേ? ആഫ്രിക്കയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു വോൾക്കാനിക് മൗണ്ടൻ ആണ് എന്ത്? കിളിമഞ്ചാരോ. അതുപോലെ തന്നെ ആഫ്രിക്കയിലെ ഹയസ്റ്റ് പീക്ക് കൂടിയാണ്. ആഫ്രിക്കയിലെ ഹയസ്റ്റ് പീക്കാണ് എന്ത്? മൗണ്ട് കിളിമഞ്ചാരോ. ഇത് എന്തുകൂടിയാണ്? ഒരു വോൾക്കാനിക് മൗണ്ടൻ കൂടിയാണ്. ആഫ്രിക്കൻ കോണ്ടിനെന്റിലെ ഹയസ്റ്റ് പീക്ക് ചോദിച്ചാലും ആഫ്രിക്കൻ കോണ്ടിനെന്റിലെ ഫേമസ് ആയിട്ടുള്ള ഒരു വോൾക്കാനിക് മൗണ്ടൻ ചോദിച്ചാലും ഏത് തന്നെയാണ്? കിളിമഞ്ചാരോ. വാട്ട് ഈസ് ദി പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദി അറ്റ്മോസ്ഫിയർ? നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്രയാണ്? അത് 0.03% ആണ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്രയാണ്? 0.03% ആണ്. അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ളത് ആരാണ്? അത് നൈട്രജൻ ആണ്. അത് എത്രയാണ്? 78%. സെക്കൻഡ് ആരാണ്? ഓക്സിജൻ ആണ്. അത് എത്രയാണ്? 21% ആണ്. ഓക്കെ, അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ആരാണ്? നൈട്രജൻ ആണ്. രണ്ടാം സ്ഥാനത്ത് ആരാണ്? ഓക്സിജൻ. അത് എത്ര ശതമാനമുണ്ട്? 21. ഇനി അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ചോദിച്ചാൽ എത്രയാണ്? 0.03% ആണെന്ന് ഓർക്കുക. Select the pair that is not matched correctly. Select the pair that is not matched correctly. താഴെ തന്നിരിക്കുന്നതിൽ കുറച്ച് ഡെസേർട്ടിന്റെ പേരും കൺട്രിയുടെ പേരുമാണുള്ളത്. ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി ഏതാണെന്ന് കണ്ടുപിടിക്കാൻ. ഏതാണ്? അത് കലഹാരിയാണ് അല്ലേ? കലഹാരി ഡെസേർട്ട് എവിടെയാണുള്ളത്? ഇന്ത്യയിലല്ല. കലഹാരി ഡെസേർട്ട് ഉള്ളത് സൗത്ത് ആഫ്രിക്കയിലാണ്. സൗത്ത് ആഫ്രിക്ക അല്ലേ? സൗത്ത് ആഫ്രിക്കയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ആണ് എന്ത്? കലഹാരി ഡെസേർട്ട്. ഇനി ഇന്ത്യയിലെ ആണ് എന്ത്? താർ ഡെസേർട്ട് അല്ലേ? താർ ഡെസേർട്ട് എവിടെയാണ്? ഇന്ത്യയിലാണ്, രാജസ്ഥാനിലാണെന്ന് ഓർക്കുക. രാജസ്ഥാനിലെയാണ് ഇന്ത്യയിലെ താർ ഡെസേർട്ട്. കലഹാരി ഡെസേർട്ട് എവിടെയാണ്? സൗത്ത് ആഫ്രിക്കയിലാണ്. അതുപോലെ തന്നെ ഗ്രേറ്റ് വിക്ടോറിയ ഡെസേർട്ട് എവിടെയാണ്? ഓസ്ട്രേലിയ. ഗ്രേറ്റ് വിക്ടോറിയ ഡെസേർട്ട് എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ്. മറ്റൊന്നാണ് പാറ്റഗോണിയൻ ഡെസേർട്ട് അല്ലേ? പാറ്റഗോണിയൻ ഡെസേർട്ട് ആണെങ്കിൽ എവിടെയാണ്? അർജന്റീനയാണെന്ന് ഓർക്കുക. പാറ്റഗോണിയൻ, അർജന്റീന.
സഹാറ ഡെസേർട്ട് അല്ലെ, ലോകത്തിലെ ഏറ്റവും വലിയ ഡെസേർട്ട് ആണ് എന്ത്? സഹാറ ഡെസേർട്ട്. ഇതാണെങ്കിൽ എവിടെയാണ്? അത് ആഫ്രിക്കയിലാണ്. സഹാറ ഡെസേർട്ടും എവിടെ തന്നെയാണ്? ആഫ്രിക്കയിലാണ്. അതുപോലെ തന്നെ ചൈനയിലെ ഒരു ഡെസേർട്ടാണ് തക്ലമാക്കാൻ. തക്ലമാക്കാൻ ഡെസേർട്ട് ചോദിച്ചാൽ എവിടെയാണ്? അത് ചൈനയാണ്. അപ്പം ഇത്രയും ഡെസേർട്സിന്റെ പേര് ഓർക്കുക. കലഹാരി ഡെസേർട്ട് ചോദിച്ചാൽ അത് എവിടെയാണ്? സൗത്ത് ആഫ്രിക്കയിലാണ്. ഗ്രേറ്റ് വിക്ടോറിയ ഡെസേർട്ട് ആണെങ്കിൽ ഓസ്ട്രേലിയ. പാറ്റഗോണിയൻ ഡെസേർട്ട് എവിടെയാണ്? അർജന്റീന. സഹാറ ഡെസേർട്ട് ആണെങ്കിൽ ആഫ്രിക്ക. അതുപോലെ തന്നെ മറ്റൊന്നാണ് തക്ലമാക്കാൻ ഡെസേർട്ട് അല്ലെ. തക്ലമാക്കാൻ ഡെസേർട്ട് ചോദിച്ചാൽ എവിടെയാണ്? ചൈന. താർ ഡെസേർട്ട് ആണെങ്കിൽ ഇന്ത്യയിലാണ് അല്ലെ. ഇന്ത്യയിലെ രാജസ്ഥാനിലാണ് എന്ത്? താർ ഡെസേർട്ട്. Which country is the largest producer of cocoa, a key ingredient in making chocolate അല്ലെ. ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്? കൊക്കോ അല്ലെ. ഇത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഐവറി കോസ്റ്റ് ആണ് അല്ലെ. കൊക്കോ എന്തിനാണ്? ചോക്ലേറ്റ്, അതറിയാമല്ലോ. ചോക്ലേറ്റിന്റെ കീ ഇൻഗ്രീഡിയന്റ് ആണ് കൊക്കോ. ഇത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് രാജ്യമാണ്? അത് ഐവറി കോസ്റ്റ് ആണ്. Which is the longest railway line in the world? ലോകത്തിലെ ഏറ്റവും നീളമുള്ള റെയിൽവേ ലൈൻ അല്ലെ. ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ലോങ്സ്റ്റ് റെയിൽവേ ലൈൻ ഇൻ ദ വേൾഡ് ചോദിച്ചാൽ അത് ഏതാണ്? ട്രാൻസ് സൈബീരിയൻ റെയിൽവേ ആണ്. ലോകത്തിലെ ഏറ്റവും നീളമുള്ള റെയിൽവേ ലൈൻ ഏതാണ്? ട്രാൻസ് സൈബീരിയൻ റെയിൽവേ ആണ് അല്ലെ. ഇനി റെയിൽവേ ലൈൻ ഏറ്റവും കൂടുതലുള്ളത് അല്ലെ, ഏറ്റവും കൂടുതൽ ദൂരം റെയിൽവേ ലൈൻ ഉള്ളത് ചോദിച്ചാൽ അത് USA-ലാണ്. ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള റെയിൽവേ നെറ്റ്വർക്ക് ഉള്ളത് അത് എവിടെയാണ്? ലോങ്സ്റ്റ് റെയിൽവേ നെറ്റ്വർക്ക്. ലോങ്സ്റ്റ് റെയിൽവേ നെറ്റ്വർക്ക് ഉള്ളത് എവിടെയാണ്? അത് ചോദിച്ചാൽ USA ആണ്. എന്നാൽ ഏറ്റവും നീളമുള്ള റെയിൽവേ ലൈൻ, ഏറ്റവും നീളം കൂടിയ ഒരു റെയിൽ പാത ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ട്രാൻസ് സൈബീരിയൻ റെയിൽവേ ആണ്. ഏതാണ്? ട്രാൻസ് സൈബീരിയൻ റെയിൽവേ. Which is the highest peak of ആരവല്ലി റേഞ്ച്? ആരവല്ലി റേഞ്ചിലെ ഹയസ്റ്റ് പീക്ക് ഏതാണ്? ആരവല്ലി എന്താണ്? മൗണ്ടെയിൻ റേഞ്ച് ആണ് അല്ലെ. റെസിഡ്യുവൽ മൗണ്ടെയിൻ എക്സാമ്പിൾ ആണെന്ത്? ആരവല്ലി റേഞ്ചസ്. ആരവല്ലി എന്തിന് എക്സാമ്പിൾ ആണ്? റെസിഡ്യുവൽ മൗണ്ടെയിൻ ആണ് അല്ലെ. അവശിഷ്ട പർവ്വതം അല്ലെങ്കിൽ റെസിഡ്യുവൽ മൗണ്ടെയിൻ എക്സാമ്പിൾ ആണ് ആരവല്ലി. ഇനി ആരവല്ലി ഹിൽസിലെ ഹയസ്റ്റ് പീക്ക് ചോദിച്ചാൽ അത് ഏതാണ്? ഗുരുശിഖർ ആണ് അല്ലെ. ആരവല്ലി എവിടെയാണ്? രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലാണ്. ഇത് ഈ ആരവല്ലി ഹിൽസിലെ ഹയസ്റ്റ് പീക്ക് ചോദിച്ചാൽ അത് ഏതാണ്? ഗുരുശിഖർ. ഇനി ആരവല്ലി ഒറിജിൻ ചെയ്യുന്ന ഒരു റിവർ ചോദിച്ചാൽ അത് ഏതാണ്? ലൂണി റിവർ. ആരവല്ലി ഹിൽസിൽ നിന്ന് ഒറിജിൻ ചെയ്യുന്ന ഒരു റിവർ ചോദിച്ചാൽ ലൂണി റിവർ പറയുക. അതുപോലെ തന്നെ ഗുരുശിഖർ അല്ലെ. ഗുരുശിഖർ ആണ് ആരവല്ലി ഹിൽസിലെ ഹയസ്റ്റ് പീക്ക്. The Radcliffe line has become the international border between. റാഡ്ക്ലിഫ് ലൈൻ അല്ലെ. റാഡ്ക്ലിഫ് ലൈൻ ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും പാകിസ്ഥാനും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബോർഡർ ലൈൻ ആണെന്ത്? റാഡ്ക്ലിഫ് ലൈൻ അല്ലെ. ഇന്ത്യയും ചൈനയും ആണെങ്കിൽ എന്ത് പറയാം? മക്മഹൻ ലൈൻ. ഏതാണ്? മക്മഹൻ ലൈൻ ആണ് ആരൊക്കെ തമ്മില്? ഇന്ത്യയും ചൈനയും തമ്മിൽ. ഇന്ത്യയും പാകിസ്ഥാനും ആണെങ്കിൽ റാഡ്ക്ലിഫ്, ഇന്ത്യയും ചൈനയും ആണെങ്കിൽ മക്മഹൻ ലൈൻ. അതുപോലെ തന്നെ പാക് സ്ട്രേറ്റ്, ഇത് ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലാണെങ്കിൽ എന്തെന്ന് പറയാം? പാക് സ്ട്രേറ്റ്. ഇന്ത്യയും പാകിസ്ഥാനും ആണെങ്കിൽ മക്മഹൻ ലൈൻ. ഇന്ത്യയും ചൈനയും ആണെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും ആണെങ്കിൽ റാഡ്ക്ലിഫ് ലൈൻ. ഇന്ത്യയും ചൈനയും ആണെങ്കിൽ റാഡ്ക്ലിഫ് ലൈൻ. പാക് സ്ട്രേറ്റ് ആണെങ്കിൽ ശ്രീലങ്കയും ഇന്ത്യയുമാണ്. ശ്രീലങ്കയും ഇന്ത്യയാണ് പാക് സ്ട്രേറ്റ്. അതുപോലെ തന്നെ ഒന്നാണ് ഡ്യൂറന്റ് ലൈൻ. ഡ്യൂറന്റ് ലൈൻ ആരെയൊക്കെ തമ്മിലാണ്? അത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലാണ് അല്ലെ. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിലാണെങ്കിൽ എന്തെന്ന് ഓർക്കുക? ഡ്യൂറന്റ് ലൈൻ എന്ന് ഓർക്കുക. അതുപോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും ആണെങ്കിൽ റാഡ്ക്ലിഫ് ലൈൻ, ഇന്ത്യയും ചൈനയും ആണെങ്കിൽ മക്മഹൻ ലൈൻ, അതുപോലെ ഇന്ത്യയും ശ്രീലങ്കയാണെങ്കിൽ ഏതാണ്? പാക് സ്ട്രേറ്റ്. ദി ലാർജസ്റ്റ് ഇന്റർനാഷണൽ ബോർഡർ ഓഫ് ഇന്ത്യ ഈസ് കണക്റ്റഡ് വിത്ത് അല്ലെ. ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യവുമായിട്ടാണ്? ദ ലാർജസ്റ്റ് ഇന്റർനാഷണൽ ബോർഡർ ഓഫ് ഇന്ത്യ ഈസ് കണക്റ്റഡ് വിത്ത്. അത് ആരുമായിട്ടാണ്? ബംഗ്ലാദേശുമായിട്ടാണ് അല്ലെ. ബംഗ്ലാദേശ് നമ്മുടെ ഒരു നൈബറിംഗ് സ്റ്റേറ്റ് ആണ്, നൈബറിംഗ് കൺട്രി ആണ്. ഇത് ബംഗ്ലാദേശുമായിട്ടാണ് നമ്മൾ എന്ത് ലോങ്സ്റ്റ് ബോർഡർ ഷെയർ ചെയ്യുന്നത്. അത് എത്രയാണ്? ഏകദേശം 4096 കിലോമീറ്റർ ആണ്. 4096 കിലോമീറ്റർ ആണ് നമ്മൾ ബംഗ്ലാദേശുമായിട്ട് ഷെയർ ചെയ്യുന്ന ബോർഡർ. ഇനി ലീസ്റ്റ് ആണെങ്കിൽ, ഏറ്റവും ചെറിയ ബൗണ്ടറി ആണെങ്കിൽ അത് ആരുമായിട്ടാണ്? അത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. 108 കിലോമീറ്റർ ആണ്.
അപ്പം ലോങ്സ്റ്റ് ബൗണ്ടറി ആണെങ്കിൽ അത് ബംഗ്ലാദേശുമായിട്ടാണ് 4096 കിലോമീറ്റർ. ഈ ലീസ്റ്റ് ബൗണ്ടറി ആണെങ്കിൽ അത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. അത് എത്രയാണ്? 108 കിലോമീറ്റർ. ദി സദേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ഇന്ത്യൻ ടെറിട്ടറി. ഇന്ത്യൻ ടെറിട്ടറിയുടെ സദേൺ മോസ്റ്റ് ടിപ്പ് അതേതാണ്? ഇന്ദിര പോയിന്റ് ആണ് അല്ലെ. ഇന്ത്യൻ ടെറിട്ടറിയുടെ സദേൺ മോസ്റ്റ് ടിപ്പാണ് എന്ത്? ഇന്ദിര പോയിന്റ്. അതുപോലെ തന്നെ നോർത്തേൺ മോസ്റ്റ്, നോർത്ത് ആണെങ്കിൽ എന്തെന്ന് ഓർക്കുക? ഇന്ദിര കോൾ, ഇന്ദിര കോൾ. അതുപോലെ തന്നെ വെസ്റ്റ് ആണെങ്കിൽ ഗുഹാർ മോത്തി, ഗുഹാർ മോത്തി. ഈസ്റ്റ് ആണെങ്കിൽ എന്താണ്? ഈസ്റ്റ് കിബിത്തു. അപ്പം ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് ചോദിച്ചാൽ ഏതാണ്? ഇന്ദിര പോയിന്റ് അല്ലെ. ഇന്ദിര പോയിന്റ് എവിടെയാണ്? അത് നിക്കോബാറിലാണ്. നിക്കോബാറിലാണ് എന്ത്? ഇന്ദിര പോയിന്റ്. ഇനി നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ആണ് ഏത്? ഇന്ദിര കോൾ. അതുപോലെ തന്നെ വെസ്റ്റ് ആണ് ഗുഹാർ മോത്തി, ഗുജറാത്ത്. ഗുഹാർ മോത്തി എവിടെയാണ്? ഗുജറാത്ത്. ഈസ്റ്റ് ആണെങ്കിൽ അരുണാചൽ പ്രദേശിലാണ് അല്ലെ. അരുണാചൽ പ്രദേശിലെ കിബിത്തു ആണ്. അരുണാചൽ പ്രദേശിലെ കിബിത്തു ആണ്. അപ്പം ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് പോയിന്റ് ഏതാണ്? ഇന്ദിര പോയിന്റ്. നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ആണെങ്കിൽ ഇന്ദിര കോൾ. അതുപോലെ തന്നെ വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ആണെങ്കിൽ ഗുഹാർ മോത്തി. ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ആണെങ്കിൽ കിബിത്തു. ദ ഔട്ടർ ഹിമാലയാസ് ഈസ് നോൺ ആസ്. ഔട്ടർ ഹിമാലയാസിനെ എന്ത് പേരിലാണ് വിളിക്കുന്നത്? അത് സിവാലിക്സ് അല്ലെങ്കിൽ ഷിവാലിക് എന്നാണ് എന്തിനെ വിളിക്കുന്നത്? ഔട്ടർ ഹിമാലയാസ് അല്ലെ. അപ്പം ഗ്രേറ്റർ ആണെങ്കിലോ? ഗ്രേറ്റർ ആണെങ്കിൽ ഹിമാദ്രി. ഗ്രേറ്റർ ഹിമാലയത്തിന് എന്ത് പേരിലാണ് വിളിക്കുന്നത്? ഹിമാദ്രി. ഗ്രേറ്റർ ലെസർ ഹിമാലയാസ്, ഹിമാദ്രി. ലെസർ ഹിമാലയാസ് ആണെങ്കിൽ ഹിമാചൽ. ഇനി ഔട്ടർ ആണെങ്കിൽ ഷിവാലിക്സ് അല്ലെ. അപ്പം ഹിമാലയാസിനെ ഗ്രേറ്റർ ഹിമാലയാസ്, ലെസർ ഹിമാലയാസ്, ഔട്ടർ ഹിമാലയാസ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. ഇനി ഗ്രേറ്റർ ഹിമാലയാസിനെ നമ്മൾ ഏത് പേരിലാണ് വിളിക്കുന്നത്? അത് ഹിമാദ്രി എന്നാണ് അല്ലെ. ലെസർ ഹിമാലയം ആണെങ്കിൽ ഹിമാചൽ, ഔട്ടർ ഹിമാലയാസ് ആണെങ്കിൽ ഷിവാലിക്സ്. താങ്ക് യു.